യുദ്ധം വരുത്തിവെക്കുന്ന കെടുതി ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ആരെന്നറിയാമോ? കൊല്ലപ്പെടാതെ അവശേഷിക്കുന്ന, പട്ടിണി കിടന്ന് ഇഞ്ചിഞ്ചായി മരിക്കുന്ന മനുഷ്യരാണ്. കൊടും പട്ടിണിയുടെ പിടിയിലാണ് ഗാസ. ഒരു നേരത്തെ ഭക്ഷണത്തിനായി മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് കരഞ്ഞു കേഴുന്ന കുഞ്ഞുങ്ങളുടെ കാഴ്ച മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കും. മരുന്നും പോഷകാഹാരവുമില്ലാതെ കുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് നഗരത്തിൽ മരിച്ചു വീഴുന്നത്. ഒരു നേരത്തെ അന്നത്തിനായുള്ള പോരാട്ടമാണ് ഗാസയിലെ ക്യാമ്പുകളിലെങ്ങും കാണുന്നത്. മാസത്തോളമായി തുടരുന്ന ഹമാസ് ഇസ്രയേൽ സംഘർഷത്തെ തുടർന്ന് ഏകദേശം 20 ലക്ഷത്തിലധികം ആളുകളാണ് പട്ടിണി അനുഭവിക്കുന്നത്. ഗാസ നിവാസികൾക്ക് ഭക്ഷണം ലഭിക്കാനുള്ള ഏക മാർഗം മരണത്തിലേക്ക് നടന്നെത്തുക എന്നത് മാത്രമാണ്. ഇസ്രായേൽ ടാങ്കുകളുടെയും കവചിത വാഹനങ്ങളുടെയും ഡ്രോണുകളുടെയും നടുവിലേക്കാണ് ഈ മനുഷ്യർ ഒരു രാത്രി മുഴുവൻ സഞ്ചരിച്ചു ചെന്നെത്തുന്നത്. സിഗ്നൽ ലഭിക്കുന്നതനുസരിച്ച് സഹായ കേന്ദ്രത്തിനടുത്തേക്ക് പോകാം. ഈ സിഗ്നൽ കിട്ടി നീങ്ങുന്ന പകുതിയിലേറെ മനുഷ്യരും കുറച്ചു ദൂരം പിന്നിടുമ്പോൾ തന്നെ വെടിയേറ്റ് വീഴുന്നു. അങ്ങനെ വിശപ്പടക്കാൻ കാത്തുനിന്ന സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ 5 മാസമായി ഗാസയിലേക്ക് വെള്ളമടക്കമുള്ള അവശ്യ സാധനങ്ങളുടെ വിതരണത്തിന് ഇസ്രയേൽ ഉപരോധം ഏർപ്പെടുത്തിയത് പട്ടിണി മരണങ്ങൾ വർദ്ധിക്കാനിടയാക്കി. ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണം ലഭിക്കാനുള്ള ഏക മാർഗം ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷന്റെ സഹായ വിതരണ കേന്ദ്രങ്ങളിലേക്ക് ചെന്നെത്തുക എന്നതാണ്. പട്ടിണിയിൽ വലയുന്ന മനുഷ്യർ മണിക്കൂറുകളുടെയോ ചിലപ്പോൾ ദിവസങ്ങളുടെയോ കാത്തിരിപ്പിലാണ് ഈ സഹായ വിതരണ കേന്ദ്രങ്ങളുള്ള പ്രദേശത്തേക്ക് തന്നെ എത്തുന്നത്. ഇസ്രായേൽ ടാങ്കുകളും ഡ്രോണുകളും വളഞ്ഞ വഴികളിലൂടെ മരണം മുന്നിൽ കണ്ട് കാൽനടയായി മനുഷ്യർ ഭക്ഷണം തേടിയെത്തുന്നു. ആളുകൾക്ക് വാഹനങ്ങളോ കാർട്ടുകളോ ഒരു പ്രത്യേക പോയിന്റ് വരെ മാത്രമേ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ. ഈ സ്ഥലം വിതരണ കേന്ദ്രത്തിൽ നിന്ന് കുറഞ്ഞത് 1.5 കിലോമീറ്റർ അകലെയായിരിക്കും. സഹായ വിതരണ കേന്ദ്രത്തിൽ എത്തിപ്പെട്ടാൽ തന്നെ ലഭിക്കുന്ന ഭക്ഷണപ്പൊതികളോ ബോക്സുകളോ വഹിച്ചുകൊണ്ട് അതേ ദൂരം തിരികെ നടക്കേണ്ടി വരും. സഹായ വിതരണം തുടങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടേക്ക് ആളുകൾ എത്തിത്തുടങ്ങും. തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടാതിരിക്കാൻ അവർ ആ പരിസരത്ത് തന്നെ കാത്തിരിക്കും. ഒരു കുടുംബത്തിന്റെ അരവയർ പോലും നിറയ്ക്കാൻ സാധിക്കാത്ത വളരെ പരിമിതമായ ആ ഭക്ഷണപ്പൊതിക്ക് വേണ്ടി. തുറസായ സ്ഥലത്ത് കാത്തിരിക്കുന്നത് മരണം വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണെന്ന് അവർക്കറിയാം. അതിനാൽ മണൽക്കൂനകൾക്കിടയിലുള്ള അൽ ജൗറയിലാണ് അവർ അഭയം തേടുന്നത്. അസഹനീയമായ ചൂടും നീണ്ട കാത്തിരിപ്പും കാരണം ഇവിടെ കുഴഞ്ഞു വീണ് മരിക്കുന്നവരുടെ എണ്ണവും കുറവല്ല. ഇതിനിടെ സമവായ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും കാര്യമായ പുരോഗതിയില്ല. ഭക്ഷണത്തിനായി വിതരണ കേന്ദ്രത്തിലേക്ക് യാത്ര തുടങ്ങി എത്താൻ പറ്റാതെ വന്നാലോ ആഹാരം കിട്ടാതെ വന്നാലോ ഗാസ ജനത തിരികെ പോകില്ല. അടുത്ത വിതരണത്തിനായി ആ വഴിയിൽ കാത്തിരിക്കും. എത്തപ്പെട്ട ആ സ്ഥാനം നഷ്ടപ്പെടുത്താൻ ഒരാളും തയ്യാറല്ല. ഈ തുറന്ന മേഖലയിൽ കാത്തിരിക്കുന്നത് ഒഴിവാക്കാൻ അൽജൂറയിൽ ആശ്രയം തേടുന്നു. ഈ പാതയിലെ 560 മീറ്റർ പിന്നിടുമ്പോൾ മൺകൂനകൾക്കിടയിലായി മണൽ കുഴികളുണ്ട്. ഈ ഭാഗത്ത് പോയിരിക്കുന്നതിലൂടെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷ തേടാം. അതേസമയം ഗാസയിലെ വെടിനിർത്തലിനായി ഖത്തറിൽ നടന്നുവന്ന മധ്യസ്ഥ ചർച്ചകൾ വഴിമുട്ടി. ഹമാസിന്റെ നിസ്സഹകരണം ചൂണ്ടിക്കാട്ടി ഇസ്രയേലും യുഎസും പിന്മാറി. അതിനിടെ പലസ്തീനെ സെപ്റ്റംബറിൽ നടക്കുന്ന UN ജനറൽ അസംബ്ലി യോഗത്തിനിടെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ നിലപാട് അറിയിച്ചു. ഗാസയിലെ സഹായ വിതരണത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിക്കണമെന്ന മുന്നറിയിപ്പും യൂറോപ്യൻ യൂണിയൻ നൽകുന്നുണ്ട്. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഇതിനകം 100-ലേറെ പേർ പട്ടിണി മൂലം മരിച്ച സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ്. എന്നാൽ ഫ്രാൻസിന്റെ നിലപാടിനെ നിശിതമായി വിമർശിച്ച് യുഎസും ഇസ്രയേലും രംഗത്തെത്തി. ഒക്ടോബർ 7-നുണ്ടായ ആക്രമണത്തിനിരയായവരുടെ മുഖത്തടിക്കുന്നതിന് സമാനമായ നീക്കമാണ് ഫ്രാൻസിന്റെ നിലപാടെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ പറഞ്ഞു.
ഭീകരവാദത്തിനുള്ള പ്രതിഫലവും ഇസ്രയേലിന്റെ അസ്തിത്വത്തിന് ഭീഷണിയുമാണ് പലസ്തീനെ രാഷ്ട്രീയമായി അംഗീകരിക്കുന്ന നടപടിയെന്നായിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. നേരത്തെ ബ്രിട്ടൻ, നോർവേ, സ്പെയിൻ, അയർലൻഡ് തുടങ്ങി വിവിധ രാജ്യങ്ങൾ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കണമെന്ന നിലപാട് വ്യക്തമാക്കിയിരുന്നു. ലക്ഷ്യം നേടും വരെ പിൻവാങ്ങില്ലെന്ന് ഒരിക്കൽ കൂടി ഇസ്രായേൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ആയുധം താഴെ വയ്ക്കാൻ ഹമാസും തയ്യാറല്ല. ഇതിനിടയിൽ മരിച്ചു വീഴുന്നത് ആയിരങ്ങളാണ്. മധ്യസ്ഥ ചർച്ചകൾ ഇനി എങ്ങനെയെന്നതിലും വ്യക്തതയില്ല.